നമുക്ക് ആദ്യം ഒരു അപ്ഡേറ്റ് പറഞ്ഞിട്ട് തുടങ്ങാല്ലേ. നമുക്ക് ഒരു അപ്ഡേറ്റ് തരാനുള്ളത് ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയിട്ട്. അപ്പൊ അതായത് സന്തോഷ വാർത്ത കൂടി ഉണ്ട്. എമ്പുരാൻ മൂവി കറക്റ്റ് ഡേറ്റിൽ തന്നെ റിലീസ് ആവും. അത് ഏറ്റെടുത്തിരിക്കുന്നത് ആശീർവാദിനൊപ്പം തന്നെ ഗോകുലം മൂവീസ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ പ്രിയദർശിനി രാംദാസ്. നമുക്കറിയാം മഞ്ജു വാര്യർ അവതരിപ്പിച്ച ഒരു കഥാപാത്രം അല്ലെ. മലയാളത്തിന്റെ ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള മഞ്ജു വാര്യർ അവതരിപ്പിച്ച കഥാപാത്രം. ചെറുപ്പം മുതലേ സിനിമയിൽ കയറി ഏതാണ് സല്ലാപം, ഈ പുഴയും കടന്ന് തുടങ്ങിയ സിനിമകളിലൂടെ മലയാളികൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു അതാണ് മഞ്ജു വാര്യർ. തമിഴ്നാട് ബേസ് ആയിട്ടുള്ള ഒരു മലയാളി കുടുംബത്തിലായിരുന്നു മഞ്ജു വാര്യർ ജനിച്ചിരുന്നത്. അപ്പോൾ ഈയിടെ പല ഇന്റർവ്യൂസിലും വിജയ് സേതുപതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ പല തമിഴ് വാക്കുകൾ പറയാൻ കഷ്ടപ്പെടുമ്പോൾ മഞ്ജു വാര്യർ വളരെ ഈസി ആയിട്ട് ഒരു കേക്ക് വാക്ക് പോലെയാണ് പല തമിഴ് ഡയലോഗുകളും പറഞ്ഞിട്ടുള്ളത്. വെട്രിമാരനും വിജയ് സേതുപതിയൊക്കെ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു മഞ്ജു വാര്യറിന്റെ തുടക്കം എന്ന് പറയുന്നത് 1995 സാക്ഷ്യം എന്ന സിനിമയിലൂടെ മലയാളത്തിലൂടെ ആയിരുന്നു. പിന്നെ പല സിനിമകളിലും നിറഞ്ഞു നിന്ന് തുടങ്ങിയതായിരുന്നു മഞ്ജു വാര്യർ. ആ ഒരു ടൈമിൽ എന്ന് പറയുന്ന ഉർവശിയൊക്കെ ഏകദേശം അഭിനയൊക്കെ നിർത്തി പോകുന്ന ഒരു ഘട്ടത്തിലായിരുന്നു മഞ്ജു വാര്യറിന്റെ മലയാള സിനിമയിലേക്ക് കടന്നു വരും. പിന്നെ പത്രം, തൂവൽ കൊട്ടാരം തുടങ്ങി ആറാം നമ്പുരാൻ പല സിനിമകളിലും മഞ്ജു വാര്യർ വേഷമിട്ടു. ഒരു വർഷം തന്നെ 10-12 മലയാള സിനിമകളിലും മുൻനിര നായകന്മാരുടെ കൂടെയൊക്കെ മഞ്ജു വാര്യർ അഭിനയിച്ച് തുടങ്ങിയതോടെ ഒരു പുത്തൻ ഒരു മലയാള സിനിമയുടെ ഒരു താരോദയം എന്നുള്ള നിലയ്ക്ക് മഞ്ജു വാര്യർ ഉയർന്നു വന്നു. ഏറ്റവും ഒടുക്കം എന്ന് പറയുന്നത് മഞ്ജു വാര്യർ അഭിനയിച്ചതെന്ന് എനിക്ക് തോന്നുന്നു കണ്ണെഴുതി കൊട്ടുന്നുട്ടി എന്ന സിനിമയിലൂടെയായിരുന്നു. ആ ഒരു സിനിമയ്ക്ക് മികച്ച നടിക്കുള്ള നാഷണൽ അവാർഡിലെ പ്രത്യേക പരാമർശം കൂടി മഞ്ജു വാര്യർ നേടുകയുണ്ടായി. അതിനുശേഷമാണ് 2014 വരെ നീണ്ട ഒരു ബ്രേക്ക്. ആ ഒരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് ലേഡി സൂപ്പർ സ്റ്റാറിന് ഒരു കംബാക്ക് എന്നുള്ള രീതിയിൽ റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത് ബോബി സഞ്ജയ് എഴുതി തിരക്കഥയിൽ വന്ന സിനിമയായിരുന്നു ഹോൾഡർ. പല ഭാഷകളിലേക്കും അത് റീമേക്ക് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെയും അതൊരു മഞ്ജു വാര്യർ യുഗത്തിന്റെ തുടക്കമായിരുന്നു എന്ന് പല ചലച്ചിത്ര വിദഗ്ധരും എല്ലാവരും എഴുതിയതുപോലെ തന്നെ മഞ്ജു വാര്യറിന്റെ ഒരു നേട്ടത്തിന്റെ ഒരു സ്വർണ്ണകാലമായിരുന്നു ഈ ഒരു ടൈം മൊത്തം. ഇടക്കാലത്ത് ഒരു ചെറിയ ഇടർച്ചയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് മലയാളത്തിലൂടെയും തമിഴിലൂടെയും തെലുങ്കിലൂടെ ഒക്കെ മഞ്ജു വാര്യർ നിറഞ്ഞു നിൽക്കുകയുണ്ടായി. വീട് പുറത്തിറങ്ങിയ വേട്ട എന്നുള്ള സിനിമ രജനീകാന്തിന്റെ കൂടെ ഉണ്ടായിരുന്ന സിനിമ, അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ വിടുതലി സിനിമകൾ, ഇതേപോലുള്ള സിനിമകളിലൂടെ ഇപ്പൊ മഞ്ജു വാര്യർ തികച്ചും പ്രോമിസിങ് യങ് സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിൽ ഇപ്പോഴും നിലനിൽക്കുക തന്നെയുണ്ട്. അതെ, നമ്മുടെ മഞ്ജു വാര്യർ അതായത് ലൂസിഫറിലെ പ്രിയദർശിനി രാംദാസ്, അതൊരു പൊളിറ്റീഷ്യന്റെ മകളായിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ. അത് മഞ്ജു വാര്യർ നേരത്തെ സനിക്ക് പറഞ്ഞ പോലെ തന്നെ 1995 അഭിനയം തുടങ്ങി 99 വരെ നിറഞ്ഞാടി. അന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ ഉർവശി അവരെല്ലാം നിറഞ്ഞു നിൽക്കുമ്പോൾ അവരോടൊപ്പം തന്നെ നമ്മുടെ പ്രേക്ഷക മനസ്സിൽ നേടിയ ഒരു നടി തന്നെയാണ്. പിന്നീട് ബ്രേക്ക് കിടത്ത് വീണ്ടും 2015 തിരിച്ചു വന്ന് ഹവോൾഡറിൽ തുടങ്ങി ലൂസിഫറിലൂടെ പ്രിയദർശിനി രാംദാസായി ഇപ്പൊ എമ്പുരാനിൽ വന്ന് നിൽക്കുന്നു. അപ്പൊ ലൂസിഫറിൽ നമുക്ക് ഈ പറയുന്ന പോലെ മെയിൻ ക്യാരക്ടറായിട്ട് തന്നെ തുടക്കം തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് കടന്നു വരുന്ന മകളോടൊപ്പം കടന്നു വരുന്ന ആ ഒരു സീന് മുതൽ അവസാനം ടൊവിനോന്റെ കൂടെ ആൾക്കാരൊക്കെ ഒരു കൈയൊക്കെ കാണിക്കുന്ന ആ ഒരു സീന് വരയ്ക്കും ഓരോ സീനുകളും നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ഷാർപ്പായിട്ട് തന്നെ മഞ്ജു വാര്യർ അതിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഓരോ സീനുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പൊളിറ്റീഷ്യന്റെ മകളെന്ന രീതിയിൽ പലപ്പോഴും അത് മറന്നിട്ടും അത് യൂസ് ചെയ്തിട്ടും മഞ്ജു വാര്യർ അതിൽ പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഒരു അമ്മയായിട്ട് അതിൽ ഒരു മകളായിട്ട്, അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കിലേക്ക് ഇറങ്ങുന്ന ഒരു ഇതായിട്ട് ഒരു സിസ്റ്ററായിട്ട്, അങ്ങനെ എല്ലാ രീതിയിലും ആ ഒരൊറ്റ സിനിമയിൽ തന്നെ മഞ്ജു വാര്യർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സ്റ്റീഫൻ എന്ന് പറയുന്ന ലാലേട്ടൻ ചെയ്ത സ്റ്റീഫൻ എന്ന് പറയുന്ന ആളെ ചെറുപ്പം മുതലേ മഞ്ജു വാര്യറിന് ഒരു ദേഷ്യത്തോടുകൂടി, അതായത് തന്റെ ഫാമിലിയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ അച്ഛന്റെ ഇടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ കാരണക്കാരനായ വ്യക്തിയായിട്ടായിരുന്നു തുടക്കത്തിൽ ആ പടത്തിൽ സ്റ്റീഫനെ മഞ്ജു വാര്യർ കണ്ടിരുന്നത്. പിന്നീട് ആ സ്റ്റീഫൻ കാരണം തന്റെ അനിയൻ പുറത്തോട്ട് പോയി പഠിക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു തോട്ടൊക്കെയായിരുന്നു. പിന്നീട് അവസാനം അവളുടെ സെക്കൻഡ് ഹസ്ബൻഡ് ആയിട്ടുള്ള ബോബിയുടെ ഒരു തനി സ്വരൂപം മനസ്സിലായപ്പോ ആ സഹായം സ്വീകരിക്കാനായിട്ട് ആളുടെ അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് മഞ്ജു വാര്യർ ഓർത്തെടുക്കുന്നത്. സ്റ്റീഫനെ കാണുന്നത് നമ്മളൊരു സ്റ്റീഫൻ പറയുന്ന ലൊക്കേഷനിൽ പോയിട്ട് മഞ്ജു വാര്യർ അവിടെ നിന്ന് സങ്കടം പറയുമ്പോൾ ലാലേട്ടന്റെ ഒരു ഡയലോഗ് കൂടി, ഒരു മാസ ഡയലോഗ് കൊണ്ടുണ്ട്, സങ്കടങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞില്ല, ബാക്കി നോക്കിക്കോളാം. അപ്പൊ ആ ഒരു പള്ളിയെ കുറിച്ചും നമുക്ക് എമ്പുരാനിൽ കൂടുതലായിട്ട് അറിയാനുണ്ട്. ലാലേട്ടൻ ഒരു ബ്രീഫായിട്ട് ആ പള്ളിയെ കുറിച്ചൊരു കഥ അതിൽ പറയുന്നുണ്ടെങ്കിലും മഞ്ജു വാര്യർ അവിടെ വരാനുള്ള റീസൺ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ആ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുത്തത്. അപ്പൊ മഞ്ജു വാര്യരെ പോലെ തന്നെ അവരുടെ കൂടിക്കാഴ്ച, എനിക്ക് തോന്നുന്നു സ്റ്റീഫനും മഞ്ജു വാര്യരും തമ്മിലുള്ള ഒരു സംഭാഷണം തന്നെ ആ പടത്തിൽ നമുക്ക് രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞത് തന്നെ ആ പള്ളിയിൽ വെച്ചിട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും മഞ്ജു വാര്യർക്കും ആ പള്ളിക്കും എമ്പുരാനിൽ നല്ലൊരു റോൾ ഉണ്ട്. കാരണം ടീസറിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാവുന്നത് തന്നെയുള്ളൂ. അപ്പൊ അതിന്റെ ക്ലൈമാക്സിൽ നമ്മൾ കണ്ടു നല്ല രീതിയിൽ തന്നെ സ്വന്തം മകളെ മറ്റാളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്റ്റീഫനെ വിളിക്കുന്നതും, അങ്ങനെ സ്റ്റീഫൻ എന്ന വ്യക്തിയെ കുറിച്ച് എനിക്ക് തോന്നുന്നത് എമ്പുരാനിലൂടെ മഞ്ജു വാര്യർ കൂടുതൽ തിരിച്ചറിയുന്നതായിരുന്നു. ആളുടെ ചെറുപ്പത്തിലെ മനസ്സിൽ കയറിക്കൂടിയ ഒരു തെറ്റിദ്ധാരണ അത് മാറി
ഒരു ഇച്ഛായൻ ഒരു ബ്രദർ എന്നുള്ളൊരു ഒരു ലവും കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നു, എങ്ങനെ മഞ്ജു വാര്യർ സ്റ്റീഫനെ തിരിച്ചറിയുന്നു എന്നുള്ളതും കൂടെ നമുക്ക് റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കണം എമ്പുരാൻ. കാരണം അത്രയും മുൻനിര ക്യാരക്ടറുകളിൽ ഒന്ന് തന്നെയാണ് മഞ്ജു വാര്യർ. അത്രയും മുഖ്യ കഥാപാത്രമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മഞ്ജു വാര്യരുടെ പ്രിയദർശിനി രാംദാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയദർശിനി രാംദാസിന് പറയാനുള്ളതും അവരും സ്റ്റീഫനും തമ്മിലുള്ള ബന്ധവും നമുക്ക് തീർച്ചയായിട്ടും മാർച്ച് 27 തന്നെ ഈ പറഞ്ഞ പ്രതിസന്ധികളെ ലൈക്ക എന്ന് പറയുന്ന പ്രൊഡക്ഷൻ ടീം എമ്പുരാനെ നിന്ന് പിന്മാറിയെങ്കിലും നമുക്ക് ഗോകുലം മൂവീസിന്റെ പ്രസൻസിൽ തന്നെ യാതൊരു നമ്മുടെ ആരാധകർക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തീയതിയിൽ ഒരു മാറ്റം വരുത്താതെ തന്നെ ആ എമ്പുരാൻ ടീം നമ്മുടെ മുമ്പിൽ മാർച്ച് 27 എത്തുന്നതായിരിക്കും.